ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക്, എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സാന്ത്വനം സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോവില്ലേ. ഇന്ന് എന്തൊക്കെയാണ് സാന്ത്വനം സീരിയൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കേട്ടറിയാം. സാന്ത്വനം തറവാട്ടിലെ പകുതി മുക്കൽ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ കണ്ണനാണെന്നാണ് പൊതുസംസാരം. വേണ്ടിയിടത്തും വേണ്ടായിടത്തുമെല്ലാം അഭിപ്രായം പറഞ്ഞു കൊണ്ടുവരുന്ന കുട്ടിത്തം മാറാത്ത കണ്ണൻ്റെ ചെയ്തികളെ ബാലനും അഞ്ചും എല്ലാം എന്നും കുറ്റപ്പെടുത്താറുണ്ട്. നിന്നെ നാടു കടത്തും എന്ന് അടിക്കടിക്ക് പറയുകയും ചെയ്തു. എല്ലാവരും പറഞ്ഞ് അവസാനം കണ്ണൻ നാട് വിടാൻ തന്നെ തീരുമാനിച്ചു. അതെ, കണ്ണൻ ചെന്നൈയിലേക്ക് പോവുകയാണ്. ദേവിക്ക് സഹിക്കാൻ കഴിയാത്ത സങ്കടമാണെങ്കിലും പോട്ടെ എന്ന് തന്നെയാണ് ബാലനും പറയുന്നത്. തടഞ്ഞു വെക്കുന്നതും ഒരു കണക്കിന് തെറ്റാണ്. ശിവനും മഞ്ജും വന്ന് കയറിയതും മുഖം ഏറ്റുവെച്ച് ബാലൻ അകത്തേക്ക് വന്നു. പിന്നാലെ വന്ന ദേവി ബാലനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് വരെ ആയിരുന്നല്ലോ ഇന്നലത്തെ സാന്ത്വനം എപ്പിസോഡ്. സ്വന്തമായി എല്ലാവരും അധ്വാനിച്ച് നേടണം, സ്വന്തം കാശുകൊണ്ട് ജീവിക്കണം എന്നൊക്കെ ഉപദേശിച്ചിട്ട് അവസാനം താൻ പറഞ്ഞ പോലെ നടക്കാത്തതിൻ്റെ ദേഷ്യം തീർക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തീരെ ശരിയല്ല എന്ന് ദേവി പറഞ്ഞു. പറയുന്ന കൂട്ടത്തിൽ ശിവൻ്റെ കടയിൽ ഞാൻ പോയി എന്നും ചായ കുടിച്ചു എന്നും അവിടെയുള്ള മസാല ദോശയാണ് ബാലേട്ടനെ കൊണ്ട് കഴിപ്പിച്ചത് എന്നും ദേവി പറഞ്ഞു. എന്നിട്ട് പിണക്കം നടിച്ച് ഇറങ്ങിപ്പോയി. ദേവി നടന്നു പോയപ്പോൾ ബാലനോട് ചിരിച്ചുപോയി. പുറമേക്ക് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ബാലൻ്റെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹമാണ് എന്ന് ആ ചിരിയിൽ നിന്നും മനസ്സിലാവും. ഭാഗവത പാരായണം നടത്തുന്നിടയിൽ ലക്ഷ്മിയമ്മ ദേവിയെ വിളിച്ചതായിരുന്നു. പക്ഷെ മുന്നിൽ വന്ന് നിന്നത് അഞ്ചും ശിവനുമാണ്. രണ്ടുപേരും വന്ന് കയറിയപ്പോൾ ഇഷ്ടമില്ലാത്ത പോലെയാണ് ലക്ഷ്മിയമ്മ പെരുമാറിയത്. ബാലന് ഇഷ്ടമില്ലാത്ത കട്ടവടവുമായി നീ മുന്നോട്ട് പോകുന്നതിൻ്റെ പിണക്കമുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ ആദ്യത്തെ വരുമാനത്തിൽ നിന്ന് അമ്മയ്ക്കൊരു സമ്മാനവുമായിട്ടാണ് ശിവൻ വന്നത്. അത് വാങ്ങുമ്പോൾ ലക്ഷ്മി അമ്മയുടെ മുഖത്തൊരു ചിരിയും സന്തോഷവും ഉണ്ടായിരുന്നു. ബാലനെ നിനക്കറിയാമല്ലോ, നീ തന്നെ അവൻ്റെ പിണക്കം മാറ്റാൻ മുൻകൈ എടുക്കണം എന്ന് ശിവനെ ലക്ഷ്മി ഉപദേശിച്ചു. അത് ഞാൻ മാറ്റിയെടുക്കും എന്ന് ശിവൻ ഉറപ്പു നൽകി. ബാലൻ അപ്പോഴേക്കും മസിൽ പിടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ദേവി അകത്തേക്ക് വന്ന് മുഷിഞ്ഞ തുണിയൊക്കെ വാരിക്കുട്ടി. എന്നോട് തെറ്റ് ചെയ്തത് നീയാണ്, എന്നിട്ട് നീ എന്തിനാണ് പിണങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ദേവി തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞത്. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കിക്കോ എന്ന് ബാലേട്ടൻ പറഞ്ഞു കേട്ടല്ലേ. ഇപ്പോൾ കണ്ണനും ചെന്നൈയിലേക്ക് പോവാൻ ഇറങ്ങുന്നത്. അവൻ അവിടെ എന്തോ കോഴ്സ് ശരിയായി എന്നാണ് പറയുന്നത്. നാളെ തന്നെ ചെന്നൈയിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ബാലൻ പറയുന്നു. അപ്പോഴാണ് ശിവനും അഞ്ചും അങ്ങോട്ട് വരുന്നത്. തനിക്ക് ആദ്യമായി കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഏട്ടൻ സമ്മാനമായി ഒരു പേനയുമായി വന്നതായിരുന്നു. എന്നാൽ ബാലൻ അത് വാങ്ങിയില്ല. പകരം ദേവി സ്വീകരിച്ചു. നാളെ പോകുന്നതെല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു കണ്ണൻ. അപ്പോഴാണ് ബാലൻ അങ്ങോട്ട് വന്നത്. നിനക്ക് ചെന്നൈയിൽ തന്നെ പോയി പഠിക്കണോ, ഇവിടെ എവിടെയെങ്കിലും തന്നെ പഠിച്ചാൽ പോരെ എന്ന് ബാലൻ ചോദിച്ചപ്പോൾ പോരെ വല്യേട്ട എന്ന് കണ്ണൻ പറഞ്ഞു. ഇവിടെ നിന്നാൽ എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ കരിയറിന് ഒരു മെച്ചവും ഉണ്ടാവില്ല. സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വല്യേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. ഇതിപ്പോൾ മെറിറ്ററാണ് സീറ്റ് കിട്ടിയത്. വലിയ ഫീസൊന്നും വരില്ല. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ അത് ഞാൻ ചെയ്യുന്ന മണ്ടത്തരമാണ്. എന്നെ പോകാൻ അനുവദിക്കണം എന്ന് കണ്ണൻ പറഞ്ഞു. മറുത്തൊന്നും പറയാതെ ബാലൻ മുറ്റത്തേക്ക് നടന്നു. മുഷിഞ്ഞ തുണിയൊക്കെ കഴുകിയിടുകയായിരുന്നു ദേവി. കണ്ണൻ പോകുന്നതിനോട് തനിക്കൊട്ടും യോജിപ്പില്ല. അമ്മയോട് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ദേവി പറയുന്നത്. പക്ഷെ കണ്ണൻ്റെ ഈ തീരുമാനം ശരിയാണ്. അമ്മ രക്ഷപ്പെടട്ടെ എന്നാണ് ബാലൻ പറയുന്നത്. സങ്കടത്തോടെയാണെങ്കിലും ദേവിക്ക് സമ്മതിക്കാതെ വേറെ വഴിയില്ല. പിറ്റേന്ന് രാവിലെ കണ്ണൻ പതിവില്ലാതെ വണ്ടി കഴുകുന്നത് കണ്ടുകൊണ്ടാണ് ശിവനും ഹരിയും വരുന്നത്. കുളത്തിൽ പോയി കുളിച്ചിട്ടുള്ള വരവായിരുന്നു. പറയാതെ ഒരു പണി ചെയ്യുന്നതെയും കണ്ണനെ കളിയാക്കിക്കൊണ്ട് രണ്ടുപേരും അടുത്തേക്ക് വന്നു. ഞാൻ പോയി വരുമ്പോഴേക്ക് ഈ വണ്ടി ഇവിടെ ഇല്ലല്ലോ, വല്ല ആ ക്രീക്കും കൊടുക്കാൻ സമയമായി എന്ന് കണ്ണൻ പറഞ്ഞപ്പോഴാണ് നീ എങ്ങോട്ട് പോവുകയാണ് എന്ന് ശിവൻ ചോദിക്കുന്നു. നാട് വിടുന്ന കാര്യം കണ്ണൻ പറഞ്ഞെങ്കിലും ഹരിയും ശിവനും വിശ്വസിക്കുന്നില്ല. അപ്പോഴേക്കും അപ്പവും അഞ്ചും എത്തി. അവരും അത് കേട്ട് കളിയാക്കാതെ കണ്ണ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ണന് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റും എടുത്ത് ബാലൻ വരുന്നത്. അത് കേട്ടതും ശിവനും ഹരിയും അഞ്ചും അപ്പവും എല്ലാം ഞെട്ടി. അതുവരെയാണ് ഇന്നത്തെ സാന്ത്വനം സീരിയലിൻ്റെ എപ്പിസോഡ്. എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവില്ലേ.